ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി മലങ്കര കത്തോലിക്ക സഭ. പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. ഉറപ്പ് നടപ്പാക്കിയ ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കാവൂ എന്നും ക്ലിമീസ് കത്തോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകി. അതേസമയം ക്ലിമീസ് ബാവയെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ആയിരക്കണക്കിന് അധ്യാപകരോട് കാട്ടുന്ന ക്രൂരമായ ഒരു സമീപനം, അതിന് ഈ സർക്കാർ സമയബന്ധിതമായി ഒരു പരിഹാരം എത്തിക്കണം എന്നത് നിർബന്ധത്തോടും ആവശ്യബോധത്തോടും കൂടി ഉണർത്തിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിന്റെ പ്രത്യക്ഷമായ ഒരു പ്രക്ഷോഭമാണിത്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ കേരള എയ്ഡഡ് സ്കൂൾ അധ്യാപക മാനേജ്മെന്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സംയുക്ത ധർണയിലാണ് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് കത്തോലിക്ക ബാവ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. മാനേജ്മെന്റ് അധ്യാപകരോട് സർക്കാർ കാണിക്കുന്നത് ക്രൂരമായ സമീപനമാണെന്ന് ക്ലീമിസ് ബാവ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രശ്നം പരിഹരിക്കാമെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് അധ്യാപകരാണ് ധർണയിൽ പങ്കെടുത്തത്. അതേസമയം ക്ലീമിസ് ബാവയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഭിന്നശേഷിക്കാരെ സഫീഷ്യന്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി പോകേണ്ടാര്? അഫക്റ്റഡ് പാർട്ടിയല്ലേ പോവേണ്ടത്. അവർ പോയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ബഹുമാനപ്പെട്ട ബാവ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകളായിട്ട് ബന്ധമുള്ളതല്ല. കൊല്ലം രൂപത അധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചു. മനുഷ്യോചിതമായി പോലും അധ്യാപകരെ കരുതാത്ത ഒരു പ്രവർത്തന ശൈലിയാണ് അധികാരവർഗത്തിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നൊക്കെ ഒരു പാട്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണു തുറക്കാത്ത, ഹൃദയം വിശാലമാക്കാത്ത, കാത് തുറക്കാത്ത ആളുകളോട് തന്നെയാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ നീതിക്ക് വേണ്ടി കേഴുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.